ഹായ് ഫ്രണ്ട്സ്, D4 ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളി പെറ്റ്സുകൾ നല്ല ഓഫറിലൊക്കെ വന്നിട്ടുണ്ട്. വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതേപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ആദ്യമായിട്ട് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ജർമ്മൻ ഷെപ്പേർഡിൻ്റെ മെയിൽ പപ്പീസാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. പാലക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഫാദറിൻ്റെയും മദറിൻ്റെയും ഫോട്ടോസ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ജർമ്മൻ ഷെപ്പേർഡിൻ്റെ പപ്പീസൊക്കെ ലോ ബഡ്ജറ്റിൽ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ്. മെയിൽ പപ്പീസ് 8,000 രൂപയാണ്, 8,000 ആണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ പെറ്റായിട്ട് വളർത്താനായാലും ഗാർഡിങ്ങിനായിട്ട് വളർത്താനായാലും നല്ല അടിപൊളി ബ്രീഡാണ് ജർമ്മൻ ഷെപ്പേർഡ്. അതിൻ്റെ മെയിൽ പപ്പീസാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് എറണാകുളത്താണ് അടുത്തൊരു ബ്രീഡറാണ്. ഗോൾഡൻ റിട്രീവറിൻ്റെ ഫീമെയിൽ പപ്പീസാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 5 മാസം പ്രായമുള്ള ഗോൾഡൻ റിട്രീവറിൻ്റെ ഫീമെയിൽ പപ്പീസ് 12,000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. 5 മാസം പ്രായമുള്ള ഫീമെയിൽ ഗോൾഡൻ റിട്രീവർ 2 കൊടുക്കാനുണ്ട്. 12,000 രൂപയാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ബ്രീഡേഴ്സിൻ്റെ ഒക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്, സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ തൊട്ട് താഴെ മോർ എന്ന് പറഞ്ഞ് കാണും. ആ മോർമൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രീഡേഴ്സിൻ്റെ ഒക്കെ നമ്പർ കിട്ടുന്നതായിരിക്കും. അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് എറണാകുളം എടപ്പള്ളിയിൽ നിന്നാണ് വേറൊരു ബ്രീഡറാണ് വന്നിരിക്കുന്നത്. ബോൾ പൈത്തൻ്റെ ആൽബിനോ ബോൾ പൈത്തൻ്റെ 2 feet അബവ് ഉള്ള ഒരു ഫീമെയിലാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 1,00,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. ആൽബിനോ ബോൾ പൈത്തൻ 2 feet അബവ് ഫീമെയിൽ 1,00,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അസീലിൻ്റെ വെത്തുകാലിൻ്റെ ചിക്സാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 2 മാസം പ്രായമുള്ള അസീലിൻ്റെ വെത്തുകാലിൻ്റെ ചിക്സ്. അപ്പോൾ ഇതിൻ്റെ പേരൻറ് സ്റ്റോക്കിനൊക്കെ വീഡിയോ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനവർ ചോദിക്കുന്നത് പീസ് റേറ്റ് 250 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. അസീൽ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ പേരൻസിൻ്റെ വീഡിയോയും ഫോട്ടോസൊക്കെ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പേരൻസിനെ കണ്ടിട്ട് എടുക്കാവുന്നതാണ്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അസീൽ 250 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. 2 മാസമായ ചിക്സിൻ്റെ റേറ്റ്, പീസ് റേറ്റ്. അപ്പോൾ പാരൻസിൻ്റെയൊക്കെ നല്ല ഫോട്ടോസൊക്കെ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഒരു ഫാൻഡെയിലിൻ്റെ ഒരു പെയറാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകരയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അടുത്തൊരു ബ്രീഡറാണ്. അപ്പോൾ ഈ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 1,200 രൂപയാണ്. ഈ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഈ ബ്രീഡിംഗ് ഫാൻഡെയിലിനെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. റേറ്റും കാര്യങ്ങളൊക്കെ നെഗോഷ്യബിൾ ആണ്, അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്യാൻ. നെയ്യാറ്റിൻകരയാണ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് തനി നാടൻ കോഴിയുടെ കുഞ്ഞുങ്ങളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 1 മാസം പ്രായമുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നാടൻ കോഴിയുടെ കുഞ്ഞുങ്ങൾ 1 മാസം പ്രായമായത്. ബൾക്ക് സെയിലൊക്കെ അവൈലബിൾ ആണ്. ഒരുപാട് നാടൻ കോഴിയുടെ കുഞ്ഞുങ്ങൾ കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതിന് പീസ് റേറ്റ് അവർ ചോദിക്കുന്നത് 90 രൂപയാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. 90 രൂപ. എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂരാണ് ലൊക്കേഷൻ. കോഴിക്കോട് നിന്നാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 2 പോത്തുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 2 വയസ്സ് പ്രായമുണ്ട്. അപ്പോൾ ഈ 2 കൂടി അവർ ചോദിക്കുന്നത് 1,55,000 രൂപയാണ്. 5,5
1,55,000 രൂപയാണ്, 1,55,000 രൂപയാണ് ഈ രണ്ട് പോത്തുകൾക്ക് കൂടി ചോദിക്കുന്നത്. കോഴിക്കോട് മീൻചന്തയാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത്. റേറ്റ് നെഗോഷ്യബിൾ ആണ്, അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. 1,55,000 5,500 അവർ ചോദിക്കുന്നത്. അപ്പോൾ രണ്ട് പോത്തുകൾ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോഴിക്കോട് മീൻചന്ത ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവരായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 1,55,000 രണ്ടെണ്ണത്തിനും കൂടി അവർ ചോദിക്കുന്നുള്ളൂ. 2 വയസ്സ് പ്രായമുണ്ട്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. അടുത്തായിട്ട് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ആഫ്രിക്കൻ ലവ് ബേർഡിന്റെ ഒരു ബ്രീഡിംഗ് പെയറാണ്. ഇതിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ പുത്തൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 3 പ്രാവശ്യം കുഞ്ഞുങ്ങളെ ഇറക്കിയിട്ടുള്ളൊരു ബ്രീഡിംഗ് പെയറാണ്. അപ്പോൾ ഇതിനവർ ചോദിക്കുന്നത് 2,500 രൂപയാണ് ഈ പെയറിന്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. നല്ല അടിപൊളി ബ്രീഡിംഗ് പെയറാണ്. 2,500 രൂപയാണ് ഈ പെയറിന്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. അടുത്ത നമുക്ക് കാറ്റുകൾ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് കൊല്ലത്ത് നിന്നാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഒരു മെയിലും ഒരു ഫീമെയിലാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ടെണ്ണത്തിനും കൂടി അവർ 7,500 രൂപയാണ് റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. കൊല്ലമാണ് ലൊക്കേഷൻ. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. മെയിലും ഫീമെയിലും രണ്ടെണ്ണത്തിനും കൂടി 7,500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 8 മാസം പ്രായമായിട്ടുള്ളൂ രണ്ടെണ്ണത്തിനും കൂടി. 8 മാസം പ്രായമായിട്ടുള്ളൂ. 7,500 രൂപയാണ് രണ്ടെണ്ണത്തിനും കൂടി ചോദിക്കുന്നുള്ളൂ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ടോപ്പ് ക്വാളിറ്റി എക്സ്ട്രീം പഞ്ചിൻ്റെ കിറ്റൻസാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഫീമെയിൽ കിറ്റൻസാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 2 ഫീമെയിൽ കിറ്റൻസ്. എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ്. എക്സ്ട്രീം പഞ്ചിൻ്റെ ഫീമെയിൽ കിറ്റൻസ് നല്ല ടോപ്പ് ലൈൻ വരുന്ന പാരൻസ് രണ്ടും എക്സ്ട്രീം പഞ്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു കിറ്റൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 14,000 രൂപയാണ് റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. 14,000 രൂപയാണ് ഒരു കിറ്റൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. എറണാകുളമാണ് ലൊക്കേഷൻ. അപ്പോൾ നല്ല അടിപൊളി ടോപ്പ് ക്വാളിറ്റി എക്സ്ട്രീം പഞ്ച് കിറ്റൻസിനൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പാലക്കാട് നിന്നാണ്. ഡാൽമാഷിൻ്റെ ഒരു ഫീമെയിലാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 2 വയസ്സും 3 മാസം പ്രായമുള്ള ഡാൽമാഷിൻ്റെ ഒരു ഫീമെയിൽ. ഇതിനവർ ചോദിക്കുന്നത് 7,000 രൂപയാണ് ഈ ഡാൽമാഷിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ അഡൽട്ട് ഡാൽമാഷിൻ്റെ ഫീമെയിലിലേക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 7,000 ആണ് ഈ അഡൽട്ട് ഡാൽമാഷിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. ഡാൽമേഷൻ 2 വയസ്സും 3 മാസവും പ്രായമുള്ള ഡാൽമേഷൻ്റെ ഫീമെയിൽ. പാലക്കാടാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് തനി നാടൻ കോഴിയുടെ കുഞ്ഞുങ്ങളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 2 ആഴ്ച പ്രായം കഴിഞ്ഞത്. മലപ്പുറം ജില്ലയിൽ ഐക്കരപ്പടിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 37 ഉണ്ട്. 37 ഒരുമിച്ച് എടുക്കുമ്പോൾ 3,500 രൂപയാണ് അവർ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ ഐക്കരപ്പടിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 2 ആഴ്ച പ്രായം കഴിഞ്ഞിട്ടുള്ള തനി നാടൻ കോഴി കുഞ്ഞുങ്ങൾ. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഗിനിപ്പിഗുകളാണ്. എറണാകുളം ജില്ലയിൽ അങ്കമാലിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്.
മെയിലും ഫീമെയിലാണ്. അപ്പോൾ ഈ രണ്ടെണ്ണത്തിനും കൂടി ചോദിക്കുന്നത് 600 രൂപയാണ് ചോദിക്കുന്നത്. സിംഗിൾ പീസായിട്ടാണെങ്കിൽ 350 രൂപയാണ് പറഞ്ഞതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. മെയിലും ഫീമെയിലും ആണ്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് അവരായിട്ട് തന്നെ ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. എറണാകുളം ജില്ലയിൽ അങ്കമാലിയാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഒരെണ്ണം വന്നിരിക്കുന്നത് ആൽബിനോയും അതേപോലെ തന്നെ ഒരെണ്ണം ബ്ലാക്കും കോഫി കളറാണ് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്കൊരു സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അഡൾട്ട് ഒരു ക്യാറ്റാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്, കാലിക്കോ കളറ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഫീമെയിൽ ക്യാറ്റിനെ അവർ ചോദിക്കുന്നത് 4500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് അവരായിട്ട് ബ്രീഡറായിട്ട് തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. 4500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. ഫിക്സഡ് റേറ്റാണ് 4500 രൂപ, കാലിക്കോ കളറ്. അപ്പോൾ ഈ അഡൾട്ട് ഫീമെയിൽ ക്യാറ്റിനെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബ്രീഡേഴ്സിൻ്റെയൊക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്, സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ഇനി സെയിൽ പോസ്റ്റ് വീഡിയോസൊക്കെ അയച്ചു തന്നിട്ട് ഇനി പെൻഡിങ് ഉള്ളവരുണ്ടെങ്കിൽ ഒരു മെസ്സേജ് ഓർമ്മപ്പെടുത്താവുന്നതാണ്. കുറച്ച് വീഡിയോസൊക്കെ വിട്ടുപോയിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്, 2 ദിവസം വീഡിയോ ഉണ്ടായില്ല. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പോലെ ഇരിക്കും നമ്മുടെ വീഡിയോസിൻ്റെ എണ്ണം കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളുടെ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തുടർന്നും പെട്ടെന്ന് സ്പീഡിൽ വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ പെറ്റ്സുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വീഡിയോ എടുത്തയക്കുമ്പോൾ ഇതേപോലെ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് മിനിമം 30 സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് അയച്ചു തരാം. റേറ്റ്, പ്ലേസ്, പെറ്റ്സിൻ്റെ ഡീറ്റെയിൽ, മെയിൽ ഫീമെയിൽ അതൊന്നും ഡീറ്റെയിലൊക്കെ അയക്കാൻ മറക്കരുത്. നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോ തുടക്കും വീഡിയോയുടെ അവസാനം നമുക്ക് കൊടുത്തിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.